അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ കാട്ടുതീയിൽ 13 പേർ മരിച്ചുവെന്ന വാർത്ത. മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട്. 4 ദിവസം പിന്നിട്ടിട്ടും കാട്ടുതീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന്. ലോസ് ആഞ്ചൽസിലെ 2 ഭാഗത്തായിട്ടാണ് കാട്ടുതീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നത്. മരണം 16 ആയി എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കൂടുവാനുള്ള സാധ്യതയുണ്ട്. 23,000-ൽ പരം ഏക്കറിലാണ് ലോസ് ആഞ്ചൽസിലെ പാലിസേഡ്സിലെ കാട്ടുതീ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കാട്ടുതീ ആരംഭിച്ചത്. തന്നെയുമല്ല, ഈറ്റൺ എന്ന ഭാഗത്തും കാട്ടുതീ തുടരുകയാണ്. ഈറ്റണിന് സമീപമുള്ള ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഗവൺമെന്റ് ഓർഡറും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇതിനോടകം ഏതാണ്ട് 5,000-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ കാട്ടുതീ കെടുത്താനായി മെക്സിക്കോയിൽ നിന്ന് ഉൾപ്പെടെ ഏതാണ്ട് 12,000-ലധികം ഫയർ ഫൈറ്റേഴ്സ് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ്. വെള്ളത്തിന്റെ ക്ഷാമമുണ്ട്. വെള്ളം കൃത്യമായി എത്തിക്കുവാൻ സാധിക്കുന്നില്ല. തന്നെയുമല്ല, ഇവിടുത്തെ ഫയർ ഹൈഡ്രൻസ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. എന്നാൽ വാട്ടർ ഏജൻസി അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സമ്മർദ്ദക്കുറവ് കൊണ്ട് വെള്ളം കൃത്യമായി എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് വാട്ടർ ഏജൻസി പറയുന്നത്. ഇത് തുടരും എന്നാണ്, ഒരാഴ്ചയെങ്കിലും ഈ കാട്ടുതീ തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ. തന്നെയുമല്ല, വരും ദിവസങ്ങളിൽ 20 മൈൽ പെർ അവർ മുതൽ 40 മൈൽ വരെ ദൂരത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ കാട്ടുതീ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.